ഈ ബഹളവും കണ്ട് ആൾക്കാർ കളങ്കാരിയാക്കി പോയി കഴിഞ്ഞപ്പോൾ ഉണ്ട് പുള്ളി മണ്ണോട് കൊണ്ട് ചേർന്ന് കിടക്കും. അതാണ് വിശ്വസിക്കാം നമുക്ക്. പക്ഷേ അത് കിട്ടുക എന്നുള്ളത് വേറെയാണ്. കർത്താവ് കിളിവാതിൽ തുറന്ന് വന്നാൽ പോലും ഇത് സംഭവിക്കുമോ എന്ന് പുള്ളി വിചാരിച്ചവനാണ്. അതാണ് നീ കാണും അത് കർത്താവ് ചെയ്യണത്, പക്ഷെ ഒരു മണി പോലും നിനക്ക് കിട്ടത്തില്ലെന്ന് പറയും. അപ്പോഴെന്ന് വെച്ചാൽ വിശ്വസിക്കണ ഒന്നാണ്, അനുഭവിക്കണ വേറെയാണ്. എല്ലാം സാധ്യമാണ്, വിശ്വസിക്കുന്നത് എല്ലാം സാധ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇത്തിരി പണിയെടുക്കും. അത് നമുക്ക് അടുത്ത ടോക്കൺ കൊടുക്കേണ്ടി വരും. അതാണ് പ്രത്യാശ, സെക്കൻഡ് ടോക്കൺ. പ്രത്യാശ എന്താണ്? പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. രാജാവിനെ നിരാശയാക്കി, വിശ്വാസം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കർത്താവെന്ന് അറിയാം, രാജാവിന് വിശ്വാസമുണ്ട്, പക്ഷെ പ്രത്യാശയില്ല. അതുകൊണ്ട് ഈ പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താ? കാണപ്പെടാത്തത് ഉണ്ടെന്ന് ഉറപ്പാണ്. ഉറപ്പുള്ളവനെന്ന് വെച്ചാൽ ഉറപ്പുള്ളവനുള്ള ഗുണം എന്താണെന്ന് അറിയാവാ? ആകുമ്പോൾ തൈക്കൊള്ളെല്ലാം വിൽക്കും. ഇപ്പം നിധി കണ്ടെത്തിയ കർത്താവ് പറയണില്ലേ? ഈ 13 കഴിഞ്ഞാൽ പിന്നെ നിധിയിലോട്ടാണ് ഉറപ്പുള്ള ആൾക്കാരെ കുറിച്ച് സംസാരിക്കണം. 13:44 മത്തായിയുടെ സുവിശേഷം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം.